കൂട്ടുകാരെ, ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാൻ പോവുകയാണ് എൻ്റെ സർവീസ് ഡേ. അതിലോട്ടൊന്ന് കടക്കാം. സർവീസ് റൂം ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം തിരിയൊക്കെ കുത്തി വെള്ളമൊക്കെ കുടിച്ച് വർക്കിലിറങ്ങണം. അതിൻ്റെ ഭാഗമായിട്ട് ക്ലീനിങ് ചെയ്യാൻ പോവുകയാണ്. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇന്ന് അത്യാവശ്യം സന്തോഷമുള്ളൊരു ഡേ ആണ്. മൈൻഡൊക്കെ റിലാക്സായി നല്ല ഹാപ്പി ആയിട്ട് കൂളായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നത് വർക്ക് ചെയ്യാനും ഒക്കെ. തിരിയൊക്കെ കുത്തി തുടങ്ങുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മളത് പ്രൊഫഷണലി നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്നു, നമ്മളൊരു ആത്മബന്ധം അതിൽ പുലർത്തുന്നു, നീതി പുലർത്തുന്നു, അതിൻ്റേതായ ഒരു ഇത് കാണിക്കും നമ്മൾ. എന്നാലേ നമ്മുടെ വർക്കൊക്കെ നല്ല ക്ലീൻ ചെയ്ത് രാവിലെ നീറ്റായിട്ട് നമുക്ക് തുടങ്ങുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി, ഒരു വൈബ് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, എല്ലാം സക്സസ് ആവും. നമ്മുടെ മൈൻഡാണല്ലോ എല്ലാം. നമ്മുടെ മൈൻഡിന് ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബോക്സിൽ കാണിച്ച ടിവികളും ഈ മദർ ബോർഡൊക്കെ സർവീസ് ചെയ്യാനുള്ളതാണ്. അതിൽ ആദ്യത്തെ സെറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സെറ്റ് ഒന്ന് സർവീസ് ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് കംപ്ലൈൻ്റ് ആണ് ഈ സെറ്റിന് കിട്ടിയ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പം സ്റ്റാൻഡ് ബൈ റിലീസായിട്ട് വീണ്ടും സ്റ്റാൻഡ് ബൈയിലോട്ട് പോകും. ചില സമയങ്ങളിൽ സ്റ്റാൻഡ് ബൈ റിലീസാവാൻ പ്രയാസമാണ്. പിന്നെ റിലീസായതിന് ശേഷം നോ പിക്ചറാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു 32 സ്മാർട്ട് ടി വിയാണ്. ഇതിൽ വരുന്ന മദർ ബോർഡാണിത്. ഇത് സൈഡ് സ്ട്രിപ്പ് വരുന്ന മോഡലാണ്. അപ്പോൾ ഇത് നമുക്കതറിയാം, സൈഡ് സ്ട്രിപ്പ് വരുന്ന മോഡലൊക്കെ BOE പാനലാണ് അതിൽ വരുന്നത്. ടീകോം ബോർഡ് വരില്ല. ടീകോം ബോർഡ് മദർ ബോർഡിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നോ പിക്ചർ കാണിക്കുന്നത് മദർ ബോർഡിൻ്റെ ആണോ അതോ പാനലിൻ്റെ ഇഷ്യൂ ആണോ എന്നുള്ളത് നോക്കണം. ഈ കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാനുള്ള വഴികളെന്ന് പറയുമ്പം ഈ പാനലിൽ വേറൊരു മദർ ബോർഡ് ഇട്ട് ചെക്ക് ചെയ്യാം. അല്ല എങ്കിൽ ഈ മദർ ബോർഡ് വേറൊരു പാനലിൽ ചെക്ക് ചെയ്താലും മതി. ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യാന്നുള്ളത് കാണിക്കാം. ഈ ടൈപ്പ് നോർമൽ PCB എന്ന് വെച്ചാൽ നോർമൽ LVDS കേബിൾ കുത്തുന്ന രീതിയിലുള്ള ബോർഡ് ഇട്ട് ചെക്ക് ചെയ്യാം. അതിന് ഒരു ടീകോം ബോർഡ്, SFC കേബിൾ, LVDS, അങ്ങനെ ഇതുപോലെ 3 കമ്പോണൻറ്റ് വേണം. ഇത് 43 പാനലായതുകൊണ്ട് ഫുൾ HD LVDSും ഫുൾ HDയുടെ ടീകോം ബോർഡും അതിന് സൂട്ടബിൾ ആയിട്ടുള്ള SFC കേബിളുമാണ് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ രീതിയിൽ തന്നെ ചെക്ക് ചെയ്യാം. ബാക്ക് ലൈറ്റ് ഈ ബോർഡിൽ തന്നെ കണക്ട് ചെയ്യണം. അതിനുശേഷം കൺഫേം ചെയ്യാം കംപ്ലൈൻറ്റ്. സ്റ്റാൻഡ് ബൈ റിലീസായിട്ടുണ്ട്. ഇപ്പം എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നോ പിക്ചറായിട്ടാണ് കാണിക്കുന്നത്. നോ പിക്ചർ കാണിക്കണമെന്നുണ്ടെങ്കിൽ പാനലാവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഇടുന്ന ബോർഡ് കംപ്ലൈൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ സൂട്ടബിൾ അല്ല എന്നുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു മദർ ബോർഡും കൂടെ കണക്ട് ചെയ്ത് നോക്കാം. ടീകോം ബോർഡും കംപ്ലൈൻറ്റ് വരാം. ഈ വർക്കിൻ്റെ കംപ്ലൈൻറ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. പാനൽ അറേഞ്ച് ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ ബോർഡ് സ്പെയറിന് വേണ്ടി മാറ്റി വയ്ക്കുകയോ ചെയ്യും. ഇനി മറ്റു വർക്കിലോട്ട് പോകണം. ഇനി അടുത്ത വർക്കുകൾ ഈ ഓരോ TV എടുത്ത് കംപ്ലൈൻറ്റ് സർവീസ് ചെയ്യുകയാണ്. അടുത്ത വർക്ക് 32ൻ്റെ ഒരു പാനൽ സെറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ പരിപാടിയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. പാനൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനൽ ഒട്ടിക്കാനുള്ള ഫ്രെയിംലെസ്സിൻ്റെ ടേപ്പും സൈഡുകളിൽ ഒട്ടിക്കണം. അതിൻ്റെ വർക്കിലാണ്. കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും വളരെ ടഫായിട്ടുള്ളൊരു വർക്കാണിത്. ഫ്രെയിംലെസ് ഡിസ്പ്ലേ ആണ്. കറക്റ്റായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ ഡിസ്പ്ലേസ് കറക്റ്റ് സീറ്റിംഗ് ആവില്ല. ഡിസ്പ്ലേ സീറ്റിംഗ് ആയില്ലെങ്കിൽ തന്നെ ഇളകി വരാം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ടിപ്പൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ വെക്കുകയാണ്. ഡിസ്പ്ലേ സീറ്റിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് കറക്റ്റ് ആണോ എന്ന് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം ടേപ്പ് ഫുള്ള് റിമൂവ് ചെയ്യും, പിന്നെ ഒട്ടിച്ചു വിടും. അതിന് മുന്നേ നമ്മൾ പാനൽ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് അതിന് ശേഷം മാത്രമേ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിക്കത്തുള്ളൂ. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ടേബിളൊക്കെ റിമൂവ് ചെയ്യണം. ഫിനിഷിങ് ചെയ്യുകയാണ്. നമ്മൾ ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കി ഇനി ബാക്കിയുള്ളതും കൂടെ പൂർത്തിയാക്കിയതിന് ശേഷം ഡിസ്പ്ലേ ഒട്ടിച്ചതെല്ലാം ഫുൾ ഓക്കെ ആണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോർഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കത്തുള്ളൂ. നമ്മുടെ ഈ ചാനലിൽ സബ് 1500 കഴിഞ്ഞിട്ടുണ്ട്. സബ് ചെയ്ത എല്ലാവർക്കും, പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും വീഡിയോ കാണുന്നവർക്കും ഒക്കെ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. കൂടുതൽ കൂടുതൽ പ്രോത്സാഹനങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നല്ല നല്ല വീഡിയോകളും കേട്ട് വരാം. പാനലിൻ്റെ അടിയിലുള്ള ആ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാം. സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പാനൽ സെറ്റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർക്കിലോട്ട് കടക്കണം. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് അടുത്ത വർക്ക് നോക്കാം. ഇതൊരു BOE പാനലാണ്. പാനലിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പം നോ പിക്ചറാണ്. നോ പിക്ചർ മാത്രമല്ല, ടീകോം ബോർഡ്, LVDS, SOC ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ പിക്ചർ ഒന്നുകിൽ സ്റ്റാൻഡ് ബൈയിലോട്ട് വരുന്നതിന് പകരം പോവും, പ്രൊട്ടക്ഷനിലോട്ട് പോകും, അല്ലെങ്കിൽ ബ്ലാക്ക് പിക്ചറായിട്ട് എന്ന് വെച്ചാൽ നോ പിക്ചറായിട്ട് വരും. കംപ്ലൈൻ്റ് ഒന്ന് നോക്കാം. ഈ ടീകോൺ ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ആദ്യമേ ഇത് കൊടുക്കാതെ ഒന്ന് ഓണാക്കി കാണിക്കാം. റിലീസായിട്ടുണ്ട്. ബാക്ക് ലൈറ്റൊക്കെ കത്തി. കണക്ട് ചെയ്തിട്ടുണ്ട്. BOE പാനലിൻ്റെ ടീകോൺ തന്നെയാണ് വരുന്നത്. ഈ മോഡലും വരും. പിന്നെ അതുപോലെ ഇതിൻ്റെ വലിയൊരു ടൈപ്പ് വരുന്നുണ്ട്. ഈ ഒരു വലിയ ടൈപ്പും വരുന്നുണ്ട്. ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, സ്റ്റാൻഡ് ബൈയിലോട്ട് വീണ്ടും പോയി, പ്രൊട്ടക്ഷൻ മോഡിലോട്ട് പോയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് നോക്കാം. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളിൽ ചിലത് ടീകോം ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ഈ സ്കെയിലർ ബോർഡിൽ ICയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പോണൻറ്റോ ഇഷ്യൂ ഉണ്ടെങ്കിലും അങ്ങനെ വരാം. മെയിനായിട്ട് PF കപ്പാസിറ്റർ എന്ന് വെച്ചാൽ പിക്കോഫാർഡ് ടൈപ്പ് കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരാം. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നോർമൽ ടൈപ്പ് കപ്പാസിറ്റർ എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിലാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു PF കംപ്ലൈൻ്റ് ഉണ്ട്. ഈ ഒരു PFും കംപ്ലൈൻ്റ് ഉണ്ട്. കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കണം. കപ്പാസിറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടും വരാം, അല്ലെങ്കിൽ ആ സർക്യൂട്ട് ഷോർട്ട് ഉണ്ടെങ്കിലും വരാം. എന്താ വെച്ചാൽ സർക്യൂട്ട് ഷോർട്ട് ആവാൻ കാരണം കോഫ് വേണമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ IC ഷോർട്ട് ഉണ്ടെങ്കിലോ അങ്ങനെ വരാം. മൊത്തം 2 കോഫ് വരുന്നുണ്ട്. 2 കോഫിൽ ഏത് സെക്ഷനാണ്, റൈറ്റും ലെഫ്റ്റ് 2 സെക്ഷൻ വരുന്നുണ്ട്. 2 സെക്ഷനിൽ കംപ്ലൈൻറ്റ് വരാം. ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ റെസിസ്റ്റർ അല്ലെങ്കിൽ IC അല്ലെങ്കിൽ കപ്പാസിറ്ററുകൾ ഏത് വേണമെങ്കിലും ആവാം. ഫുള്ളും ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയതിന് മാത്രമേ എന്താണെന്നത് കൺഫേം ആകത്തുള്ളൂ. ഷോർട്ടിങ്ങായി കാണിക്കുന്ന കപ്പാസിറ്ററിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
കപ്പാസിറ്റർ പൂർണ്ണമായിട്ടും ഇളക്കി കളയേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് പൊക്കി നോക്കാം, അല്ലെങ്കിൽ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്റർ പൂർണ്ണമായിട്ടും മാറ്റി ചെക്ക് ചെയ്യാം. ഇത് സർവീസ് ചെയ്യുമ്പോൾ കമ്പോണൻറ്റുകൾ ഇളകി മിസ്സാവാൻ സാധ്യതയുണ്ട്. അത് മാനേജ് ചെയ്ത് വർക്ക് ചെയ്യണം. കാരണം സെയിം സ്കെയിൽ ബാർ ഉണ്ടെങ്കിൽ നമുക്ക് ഊരിയിടാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റേതായ കമ്പോണൻ്റ് തന്നെ ഇടുന്നതാണ് നല്ലത്. സർവീസ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിലും പിന്നെ അതുപോലെ തന്നെ പ്രിൻ്റ് പോവാതെയും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു PF റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആ സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇത് കോഫ് ഷോർട്ടാണ്. ഈ കോഫ് ബോണ്ട് ചെയ്താൽ പൂർണ്ണമായിട്ട് കംപ്ലൈൻറ്റ് മാറും. ഈ ബോണ്ട് ചെയ്യാൻ കൊടുക്കും. ബോണ്ട് ചെയ്താലും മതി, ക്ലിയർ ആവും. എൻ്റെ ഒരു ദിവസത്തെ വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് വീഡിയോകളുമായിട്ട് കാണാം. ബൈ.